സത്യനന്ദിക്കാണ്ട് പറഞ്ഞൊരു ഭയങ്കര തമാശയുണ്ട്. സത്യനന്ദിക്കാണ്ട് വീട്ടിലൊരു പുതിയ സിനിമ ചെയ്യുന്ന ആളുകൾക്ക് സത്യനന്ദിക്കാണ്ട് വീട്ടിൽ പോകാൻ സൗകര്യം. കാരണം അഥവാ അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ 2 മക്കളും ഒരു ബസ് പോലും 3 പേരെ കാണിക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അത് വെച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ബലാബല എങ്ങനെയാണ് വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? അല്ല, എനിക്കത് വലിയ സൗകര്യമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നില്ല. കാര്യം 2 യുവ സംവിധായകരും കൂടി ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ചെറുപ്പമാകും. എൻ്റെ സിനിമ ഡിസ്കസ് ചെയ്യാൻ 2 ആളെയും കൂടി കിട്ടുമ്പോൾ ഞാൻ അവരോട് പലപ്പോഴും അത് അവർ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരോട് കഥകളൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അവരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കാറുള്ളതാണ്. പിന്നെ അപ്പോൾ അത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവരെൻ്റെ കൂട്ടുകാരെ പോലെയാണ്. ഇപ്പം ബേസിലിനെ ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് അഖിലിനെയും അനൂപിനെയും ഞാൻ കാണുന്നത്. ഒരു മക്കളുടെ അച്ഛൻ എന്നുള്ള ഒരു സ്ഥാനമൊന്നും ഇല്ല. അവർ ചെയ്ത ചില സിനിമകളിൽ ചിലപ്പം അഖിലിൻ്റെ പാച്ചവും അത്ഭുതമൊക്കെ കടപ്പുറത്ത് വെച്ചിട്ടുള്ള ആ സംഭാഷണമൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇവൻ എങ്ങനെ എഴുതിയിരുന്നത്. അതുപോലെ വരനാവശ്യമുണ്ടല്ലേ ലാസ്റ്റ് സുരേഷ് ഗോപിയുടെ പ്രസംഗം അനൂപ് എഴുതി. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ പുറത്ത് കാണിച്ചില്ലെങ്കിൽ ഉള്ളിൽ അവരോട് എനിക്ക് ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ചാൻസ് അന്വേഷിച്ച് വരുന്ന അല്ലെങ്കിൽ കാണാൻ വരുന്ന ആൾക്കാർക്ക് 3 ആൾക്ക് വരെ ചിലപ്പോൾ 4 ആളെ കാണാറുണ്ട്. അതായത് ഒരു പ്രിയദർശൻ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരുത്തം വന്ന് കാണാൻ വന്നു. നോക്കുമ്പോൾ ഞാനുണ്ട്, പ്രിയനുണ്ട്, അനൂപുണ്ട്, അഖിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലാൽ ജോസും കൂടി കയറി വന്നു. അപ്പോൾ 5 പേരൊക്കെ ചിലപ്പോൾ ഒന്നിച്ച് അവിടെ കാണാൻ സാധിക്കും.